ഇല്ല, ഒരിക്കലും ശരിയല്ല. ഖുർആനെതിരല്ല, ഓ കാഫിറാവോ അങ്ങനെ പറഞ്ഞ. ഏത് അതെ, അത് ഉണ്ടാക്കിയാണ് ഹദീസ് പറഞ്ഞാൽ ശരിയല്ല ഞാൻ പറഞ്ഞത്. അതിൽ പല 6 മാസം ചില്ലറയല്ല, 6 മാസം നബിക്ക് ബുദ്ധിക്ക് കുഴപ്പമുണ്ടായിന്നാ, കുറച്ച് ദിവസമൊന്നുമല്ല. പിന്നെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വക്കാലം വാലിമൂനയും തത്തബിയൂന ഇല്ല റജുല മസൂറ. അക്രമികളെ പറയാൻ നബിക്ക് സീർ വലിച്ച്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തീ തൊട്ടാ പൊള്ളൂലേ? അത് ഖുർആനും ഹദീസും എടുത്ത് തർക്കിക്കേണ്ട ആവശ്യമല്ല, തൊട്ട് നോക്കിയാൽ മതി. വിഷം കഴിച്ചാൽ അപകടം ഉണ്ടാവുക, ഖുർആനും സുന്നത്തെടുത്ത് ഇതാക്കണ്ട, അത് ഉപയോഗിച്ചാൽ മതി. അതേമാതിരി സീറ് പഴിച്ചൂല എന്നുള്ളത് ഖുർആനും ഹദീസും എടുത്ത് ചർച്ച ചെയ്യുന്ന വിഡ്ഢികളാന്നാ പറയാ. വിഡ്ഢികള് ഏതുപോലെ തീ തൊട്ടാ പൊള്ളൂല, ഖുർആനും ഹദീസും എടുത്ത് തർക്കിക്കുക, തൊട്ടോക്കിയാ പോലെ. അതേമാതിരി സീറ് പഴിച്ചെങ്കിൽ ഇവര് ചെയ്യേണ്ടവര് കാണിച്ചെന്നാ മതി. ഇവൻ തന്നെ ഈ പാറാലില് ഈ പ്രസ്ഥാനം പിളർന്ന മുമ്പ് ഈ പറയുന്ന പണ്ഡിത പാറാല് വെച്ച് പ്രസംഗിച്ച പ്രസംഗം കേട്ടോക്ക്. അതിൽ മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചു എന്ന് പറഞ്ഞാൽ ഈമാന് വരെ തെറ്റുപറ്റുന്ന അറിയുന്നത്. പിന്നെ പിളർന്നപ്പാട് തൗഹീദ് മനസ്സിലാകുകയെ. നിങ്ങൾ മൂപ്പര് വെല്ലും വിളിച്ചിട്ടുണ്ട്, സീറ് വലിച്ചെങ്കിൽ ഞാനിപ്പോ ക്യാമ്പക്ക് വരാൻ പറ്റുമോ, ഞങ്ങൾ സീറ് ചെയ്താളി. ഞാന് അവരെല്ലാം ഒരു വലിയ സീറിൽ ആളെ കാണിച്ചെന്നാ മതി, ഞാൻ വെല്ലുവിളിച്ച നിങ്ങൾ സീറ് എനിക്ക് വലിച്ചേ. ഈ തൽസമാത്തിന്റെയും സീറിന്റെ ഒക്കെ ഗ്രന്ഥം മുഴുവൻ ഞാൻ വായിച്ചിക്കണ്. എനിക്കറിയാം ട്രിക്കൊക്കെ. അതെന്തൊരു കോഴിമുട്ട എടുക്കും, എന്നിട്ട് അതിമ കുറെ അഭിജതൊക്കെ എഴുതിണ്ടാക്കും. ഈ കോഴിമുട്ടയിൽ എഴുതുന്നതും മൂര്യാര മുട്ടത്തലയിൽ എഴുതുന്നതും തുല്യ. കോഴിമുട്ടക്കുള്ള പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഇവിടെ പാല് യക്ഷിമാരാണല്ലോ, പാലിന്റെ ഇതുണ്ടാക്കും. പാലമാരെടുക്കും, എന്നിട്ട് പോക്കൻ തവളനെ പിടിച്ച വലിയ തവളനെ, എന്നിട്ട് കാരമുള്ളോണ്ട് കുത്തി ഇതാക്കുക. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാന്. ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാവുമല്ലോ. അതേമാതിരി ഇന്നത് ചെയ്താൽ ഇന്ന് രക്തം ഛർദിപ്പിക്കാം, കൊല്ലുക എന്നിട്ടൊന്നില്ല. എന്നിട്ട് പിന്നെ അതിന്റെ ചട്ടമ്മത്തിന് എഴുതിക്കണ്, ഇത് രാജാക്കന്മാർക്ക് പറ്റൂല സീറ്. അതെന്തിനാ എഴുതിയരുണ്ടോ? ഈ സീറ് പഴിച്ചെങ്കിൽ ആളുകൾ എന്തിനാ, രാജാക്കന്മാർ യുദ്ധം ചെയ്യണം എന്തിനാ? ഒരു രാജാവ് വേറെ രാജാവിന് സീറ് ചെയ്താൽ പോരെ. അപ്പം ഉത്തരം മുട്ടിയപ്പോ ആ പുസ്തകത്തിന് എഴുതി വെച്ചിക്കണ്, ഇത് രാജാക്കന്മാർക്ക് പഴിച്ചൂല, യഥാർത്ഥ മുജാഹിദുകൾക്കും പഴിച്ചൂല. അത് സുന്നികൾ തന്നെ പറയുന്നത്. ഇപ്പത്തെ ഈ ഇതല്ല കേട്ടോ, യഥാർത്ഥ മുജാഹിദുകൾക്ക് സീറ് പഴിച്ചൂല അവര് വരെ പറയലുണ്ടല്ലോ. അപ്പൊ അത് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പഴിച്ചു എന്നർത്ഥം. പിന്നെ നമ്മളെ പാഠപുസ്തകത്തിൽ തന്നെ എഴുതി, സിഹിറിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നത് നിഗൂഢവും അദൃശ്യവുമായ നിലക്ക. ഇപ്പം ബോംബിന് നമ്മൾ പേടിച്ചത് ശിർക്കല്ല, ബോംബ് പൊട്ടുമോ എന്നുള്ളത്. പക്ഷെ ഈ മന്ത്രവാദമൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പേടിയാകും, അത് അദൃശ്യവും അബദ്ധവുമായ നിലക്കുള്ള പേടിയാണ്. അതുകൊണ്ട് അത് ശിർക്കാണെന്ന് സിഹിർ വലിച്ചു ഇതാക്കല്. അത് 4ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകത്തിലുള്ളതാ. ഇപ്പോൾ ഇവര് പഠിപ്പിച്ചിട്ടുണ്ട്, നിഗൂഢവും അദൃശ്യവുമായ നിലക്കാണെന്ന്.